ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്നും ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്ന രീതിയിൽ തന്നെ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇതിനി കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ചൂടായി കിട്ടുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് തേങ്ങ ചെറിയ എടുത്തതും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ നമ്മളിതിനെ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ശേഷം കുറച്ച് വലുപ്പത്തിൽ ഓരോ ബോൾസ് ആക്കി എടുത്ത് നമ്മളിതുപോലെ പത്തിരി പ്രസ്സിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം അതിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം. പത്തിരി പ്രസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കവറിനുള്ളിൽ വെച്ചിട്ടും സെയിം രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഡയറക്റ്റ് ആയിട്ട് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്ത് 2 സൈഡും കുക്കായി വരുന്നത് വരെ നല്ല പോലെ തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ ചൂടോട് കൂടെ തന്നെ ഇതിങ്ങനെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങാ ചട്നിയുടെ കൂടെയാണ് ഇപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അപ്പം അവിടെ കിട്ടിയിട്ടുള്ളത്.